ഹലോ ഡി സ്റ്റുഡൻസ്, വെൽക്കം ടു ഫിസിക്സ് ബൈ ഗ്രേസ് യൂട്യൂബ് ചാനൽ. നമ്മുടെ ഡിഫ്രാക്ഷൻ്റെ 4ാമത്തെ ലെക്ചറാണ്. കഴിഞ്ഞ 3 ലെക്ചേഴ്സിലായിട്ട് നമ്മൾ ഫ്രോൺഹോഫർ ഡിഫ്രാക്ഷൻ്റെ സിംഗിൾ സ്ലിറ്റ് ഡിഫ്രാക്ഷൻ എന്താണ്, ആ ഡിഫ്രാക്ഷൻ്റെ കണ്ടീഷൻ എന്താണ്, പിന്നെ ഫ്രോൺഹോഫർ ഡിഫ്രാക്ഷൻ അറ്റ് എ സിംഗിൾ സ്ലിറ്റ് എന്നുള്ള ISA ക്വസ്റ്റ്യനൊക്കെയാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത്. പിന്നെ അതിൻ്റെ ഇൻറ്റൻസിറ്റി ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇനി ഡിഫ്രാക്ഷൻ ഓൺ എ ഗ്രേറ്റിംഗ്, ഒരു ഗ്രേറ്റിംഗ് എലമെൻറ്റിൽ ഉള്ള ഡിഫ്രാക്ഷനെ പറ്റിയാണ് ഞാൻ ഈ ക്ലാസ്സിൽ പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ട്രാൻസ്മിഷൻ ഗ്രേറ്റിങ്ങും പ്ലെയിൻ ട്രാൻസ്മിഷൻ ഗ്രേറ്റിങ്ങും പ്ലെയിൻ റിഫ്ലക്ഷൻ ഗ്രേറ്റിങ്ങും തമ്മിലുള്ള ഡിഫറൻസും കൂടി നമ്മൾ ഇതിൽ പറയും. ഗ്രേറ്റിങ്ങിനെ ഒന്ന് പരിചയപ്പെടുക, അതുപോലെ ട്രാൻസ്മിഷൻ ഗ്രേറ്റിങ്ങും റിഫ്ലക്ഷൻ ഗ്രേറ്റിങ്ങും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ആ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. നോക്കൂ, ഗ്രേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഡിഫ്രാക്ഷൻ, ലൈറ്റിൻ്റെ ഡിഫ്രാക്ഷൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനുള്ള ഒരു ഡിവൈസാണ്. ഇതാണ് ഗ്രേറ്റിങ്ങിൻ്റെ ഒരു ഫോട്ടോഗ്രാഫ്. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഡിഫ്രാക്ഷൻ ഗ്രേറ്റിങ്ങിൽ 15,000 ലൈൻസ് പെർ ഇഞ്ച്. ഒരു ഇഞ്ച് എന്ന് പറഞ്ഞാൽ ഏകദേശം 2.5 സെൻറ്റിമീറ്റർ ആണ്, നിങ്ങൾക്കറിയാം. അപ്പോൾ ഒരു സെൻറ്റിമീറ്ററിൽ, ഒരു ഇഞ്ചിൽ 15,000 ലൈൻസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒരു സെൻറ്റിമീറ്ററിൽ ഏകദേശം 6,000 ലൈൻസ് ഉണ്ട് പെർ സെൻറ്റിമീറ്റർ. അപ്പോൾ ഒറ്റ സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ ഏകദേശം ഇത്രയും, മനസ്സിലായ? ഇപ്പം ഇതിൻ്റെ ഏകദേശം ഇത്രയാണല്ലോ ഒരു സെൻറ്റിമീറ്റർ. അപ്പം ഇത്രയും പോർഷനിൽ എത്ര ലൈൻസ് ഉണ്ട്? ഇങ്ങനെയുള്ള റൂളിങ്സ്, ലൈൻസ് അല്ലെങ്കിൽ റൂളിങ്സ് 6,000 ലൈൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ഇമാജിൻ ചെയ്യാൻ പാടാണ്, അത്രയും അടുപ്പിച്ചാണ് അത് ലൈൻസ് വന്നിട്ടുള്ളത്. മനസ്സിലായി? മെഷീൻ വെച്ച് ചെയ്യുന്നതാണ്. 6,000 ലൈൻസ് പെർ സെൻറ്റിമീറ്റർ, അത്രയും അടുപ്പിച്ചുള്ള റൂളിങ്സ് ഉണ്ട്. ഇപ്പം ഈ ഗ്രേറ്റിങ്ങിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഗ്രേറ്റിങ്ങിൽ 2 ഭാഗങ്ങളാണ്. ഒന്ന് ഒപ്പേക്ക് ആയിട്ടുള്ള പോർഷൻ, ഒപ്പേക്ക് എന്ന് പറഞ്ഞാൽ ലൈറ്റ് കടന്നു പോകാത്ത പോർഷൻ ഉണ്ട്. പിന്നെ അടുത്ത ലൈറ്റ് നോക്കുക, അടുത്തൊരു ഒപ്പേക്ക് പോർഷന് ഇടയ്ക്ക് ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ഉണ്ട്. കുറച്ചുകൂടി കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇങ്ങനൊരു പോർഷനും ഇപ്പം ഞാൻ വരച്ച കളേർഡ് ആയിട്ടുള്ള പോർഷൻ ഒപ്പേക്ക് ആണെങ്കിൽ അതിനിടയ്ക്ക് ട്രാൻസ്പെറൻ്റ് പോർഷൻ, ഒപ്പേക്ക് അതാര്യമായിട്ടുള്ള ലൈറ്റ് കടന്നുണ്ട്, ഇത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള പോർഷൻ. വീണ്ടും ഒപ്പേക്ക് ആയിട്ടുള്ള പോർഷൻ, മനസ്സിലായ? വീണ്ടും ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള പോർഷൻ. ഇങ്ങനെയാണ് പോകുന്നത്. പക്ഷേ ഇതിൻ്റെ വിഡ്ത്ത് വളരെ വളരെ കുറവാണ്, മനസ്സിലായി? ഇപ്പോൾ ഇതിൻ്റെ വിഡ്ത്ത് നമ്മൾക്ക് ഒപ്പേക്ക് എ എന്ന് എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ വിഡ്ത്ത് ബി ആണ്, മനസ്സിലായി? ഒപ്പേക്ക് ആയിട്ടുള്ള പോർഷൻ്റെ വിഡ്ത്ത് ബി ആണ്, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള എ ആണ്. മൊത്തം ഗ്രേറ്റിംഗ് എലമെൻ്റ് എന്ന് വിളിക്കുന്നത് ഇത് രണ്ടും കൂട്ടിയിട്ടാണ്, A+B ആണ്. A+Bനെയാണ് ഗ്രേറ്റിംഗ് എലമെൻ്റ് എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ്. അതിനെയാണ് ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള പോർഷൻ്റെയും ഒരു ഒപ്പേക്ക് ആയിട്ടുള്ള പോർഷൻ്റെയും ടോട്ടൽ ലെങ്ത്തിനെയാണ് നമ്മൾ A+B അല്ലെങ്കിൽ ഗ്രേറ്റിംഗ് എലമെൻ്റ് എന്ന് വിളിക്കുക. ഗ്രേറ്റിംഗ് എലമെൻ്റ്. അപ്പോൾ ഒരു ഗ്രേറ്റിംഗ് എന്ന് പറഞ്ഞാൽ അതിൽ ടോട്ടലി ഇപ്പോൾ ഇത്രയൊരു ലെങ്ത് ഉള്ള ഒരു ഗ്രേറ്റിങ്ങിൽ നിങ്ങൾക്ക് സങ്കല്പിക്കാം, ഒരു സെൻറ്റിമീറ്ററിൽ 6,000 ലൈൻസ് ഉണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഒരു ഏകദേശം 4 സെൻറ്റിമീറ്റർ ഉണ്ടെങ്കിൽ 4 × 6,000 ലൈൻസ് ഉണ്ടാവും. 600 അല്ല, 6,000 ലൈൻസ് ഉണ്ടാവും. അപ്പോൾ 24,000 ലൈൻസ് ഉണ്ടാവും, മനസ്സിലായി? മൊത്തം അതിൽ അല്ലേ, മൊത്തം ടോട്ടൽ നമ്പർ ഓഫ് ലൈൻസിന് ഞാൻ n എന്ന് റെപ്രസെൻറ്റ് ചെയ്യുക. ടോട്ടൽ നമ്പർ ഓഫ് ലൈൻസ്, ഇതിനെ n എന്നാണ് പറയുക. നമ്പർ ഓഫ് ലൈൻസ് പെർ സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ മീറ്ററിൽ പറഞ്ഞാലും മതി. ഓക്കെ, നോർമലി SI യൂണിറ്റിൽ പറയുമ്പോൾ മീറ്ററിലാണ് പറയുക. മീറ്റർ എന്ന് പറയുമ്പോൾ കുറേ ലൈൻസ് ഉണ്ട്. ഇപ്പോൾ ഒരു സെൻറ്റിമീറ്ററിലാണ്. മീറ്ററിലെ നമ്പർ ഓഫ് ലൈൻസ് കണ്ടുപിടിക്കുക, ഇതിനെ ഞാൻ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 100 കൊണ്ട് വെച്ചാൽ ഇത് 6,000 അല്ലേ, അതിന് 100 കൊണ്ട് മൾട്ടിപ്ലൈ 6 lakhs അല്ലേ വരിക, മനസ്സിലായോ? അത് പെർ മീറ്റർ നമ്പർ ഓഫ് ലൈൻസ്, അതാണ് ക്യാപിറ്റൽ N. എന്താ? ഇറ്റ് ഈസ് എ ടോട്ടൽ നമ്പർ ഓഫ് ലൈൻസ് ഓൺ ദിസ്, മനസ്സിലായോ? മീറ്ററിൽ എന്താണെന്ന് വെച്ചാൽ ഇതേപോലെ തന്നെ ഒരു മീറ്റർ തുടർന്നാൽ അത് കുറേ ഉണ്ട് അല്ലേ, അപ്പോഴാണ് നമ്മൾ പറയുന്നത്
നമ്പർ ഓഫ് ലൈൻസ് പെർ മീറ്റർ കിട്ടുക. അപ്പോൾ ഗ്രേറ്റിംഗ് എന്താണ്? ഗ്രേറ്റിങ്ങിൽ കുറേ ഒപ്പേക്ക് ആയിട്ടുള്ള പോർഷൻസും ഉണ്ട്, ഓൾട്ടർനേറ്റ് ആയിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള പോർഷൻസും ഉണ്ട്. മനസ്സിലായോ? കുറേ ഭാഗങ്ങൾ ഒപ്പേക്ക് ആക്കിയിട്ടുണ്ട്, കുറേ ഭാഗങ്ങൾ ട്രാൻസ്പെറൻ്റ് ആണ്. അങ്ങനെയുള്ള കുറേ സ്ലിറ്റുകൾ, എൻ സ്ലിറ്റുകൾ അല്ലേ, അല്ലെങ്കിൽ 1 സെൻറ്റിമീറ്ററിലാണ് 6000 സ്ലിറ്റുകൾ വരുന്നതാണ് ഗ്രേറ്റിംഗ്. ഗ്രേറ്റിംഗ് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഡിഫ്രാക്ഷൻ, ലൈറ്റിൻ്റെ ഡിഫ്രാക്ഷൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനും മാത്രമല്ല ആ സോഴ്സിൻ്റെ വേവ് ലെങ്ത് കണ്ടുപിടിക്കാൻ പറ്റും. സോഴ്സിൻ്റെ വേവ് ലെങ്ത് കണ്ടുപിടിക്കാൻ പറ്റും. വൈറ്റ് ലൈറ്റ് ആണെങ്കിൽ അതിൻ്റെ വേവ് ലെങ്ത്തുകൾ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. വൈറ്റ് ലൈറ്റ് എന്ന് പറയുമ്പോൾ കോമ്പോസിറ്റ് ലൈറ്റ് ആണല്ലോ, അതിൽ വിബ്ജിയോർ അല്ലെ, വയലറ്റ് തൊട്ട് റെഡ് വരെയുള്ള കളേഴ്സ് ഉണ്ട്, അതിനെയൊക്കെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ സോഴ്സിൽ വൈറ്റ് ലൈറ്റാണ് വരുന്നെങ്കിൽ അതിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ഏത് കോമ്പോസിറ്റ് ലൈറ്റ് ആയാലും അതിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ സോഡിയം വേപ്പർ ലാമ്പ് ആണെങ്കിൽ മോണോക്രോമാറ്റിക് ലൈറ്റ് എന്ന് പറയും, എങ്കിലും അതിൽ 2 ലൈൻസ് ഉണ്ട്, യെല്ലോയിൽ 2 ലൈൻസ് ഉണ്ട്, അതിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. മനസ്സിലായി? അപ്പോൾ റിസോൾവ് ചെയ്യാൻ പറ്റും ഗ്രേറ്റിങ്ങിന്, ആ സ്പെക്ട്രത്തെ റിസോൾവ് ചെയ്യാൻ പറ്റും, സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഗ്രേറ്റിംഗ് സ്പെക്ട്രം ഡിഫ്രാക്ഷൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനും അതുപോലെ സോഴ്സിൻ്റെ വേവ് ലെങ്ത് കണ്ടുപിടിക്കാൻ പറ്റും. ആ സോഴ്സിന് വരുന്ന ലൈറ്റിൻ്റെ വേവ് ലെങ്ത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഈ ഗ്രേറ്റിങ്ങിൻ്റെ നമ്പർ ഓഫ് ലൈൻസ് നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സോഴ്സിൻ്റെ വേവ് ലെങ്ത് കണ്ടുപിടിക്കാം. അല്ല, സോഴ്സിൻ്റെ വേവ് ലെങ്ത് അറിയാമെങ്കിൽ നമുക്ക് എന്നും കണ്ടുപിടിക്കാം, ഗ്രേറ്റിങ്ങിൻ്റെ നമ്പർ ഓഫ് ലൈൻസ് പെർ യൂണിറ്റ് ലെങ്ത്തും കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇവിടെ കാണിച്ചിട്ടുള്ള ഫിഗർ എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഗൂഗിളിൽ നിന്ന് എടുത്തൊരു ഇമേജാണ്. ഇവിടെ ഒരു ഡിഫ്രാക്ഷൻ ഗ്രേറ്റിങ്ങിൽ ലേസർ അടിക്കുകയാണ്. മനസ്സിലായി? ലേസർ എന്ന് പറയുമ്പോൾ മോണോക്രോമാറ്റിക് ലൈറ്റ് ആണ്. ലേസർ അടിക്കുമ്പോൾ റെഡ് ലേസർ അടിക്കുകയാണ്. ഇതാണ് ലേസർ അടിക്കുക. പക്ഷെ അപ്പുറത്ത് നിങ്ങൾ കാണുന്നത് ഒരു സ്പോട്ടല്ല, സെൻറ്ററിൽ ഒരു നല്ല ഇൻറ്റൻസിറ്റി ഉള്ള സ്പോട്ട് ഉണ്ട്. പിന്നെ അപ്പുറത്തും ഇപ്പുറത്തും എന്താ പറയുക, നമ്മൾ ഫസ്റ്റ് ഓർഡർ മാക്സിമങ്ങൾ, മനസ്സിലായ? സെക്കൻഡറി മാക്സിമങ്ങളുടെ ഫസ്റ്റ് ഓർഡർ n=1, സെക്കൻഡറി മാക്സിമം എന്നാണ് പറയുക, n=1. ഇത് n=2 നിങ്ങൾക്ക് കാണാനുണ്ട്, ഇവിടെ ഒരു സ്പോട്ട് കാണാനുണ്ട്. അതുപോലെ ഇവിടെ ഒരു സ്പോട്ട് ഉണ്ട്, കുറച്ച് മങ്ങലുണ്ട്, n=2. ഇൻറ്റൻസിറ്റി സൈഡിലേക്ക് പോകുന്നതോറും കുറഞ്ഞു വരും. ഏറ്റവും ഇൻറ്റൻസിറ്റി ഉള്ള സെൻറ്ററിലെ മാക്സിമമാണ്. പിന്നെ സെക്കൻഡറി മാക്സിമങ്ങളിൽ ഒന്നാമത്തെ n=1, പിന്നെ n=2, n=3. അതിനൊക്കെ ഇൻറ്റൻസിറ്റി കുറവായതുകൊണ്ട് കാണാത്തതാണ്. ആക്ച്വലി 2 സൈഡിലേക്കും കുറേ ഉണ്ട്, പക്ഷേ ഇൻറ്റൻസിറ്റി കുറവായതുകൊണ്ട് കാണാത്തതാണ്. അപ്പോൾ മോണോക്രോമാറ്റിക് സോഴ്സാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഗ്രേറ്റിംഗ് കൂടെ മോണോക്രോമാറ്റിക് ലൈറ്റ് കടന്നു പോകുമ്പോൾ അതിൻ്റെ ഡിഫ്രാക്ഷൻ പാറ്റേൺ സെൻട്രൽ മാക്സിമം കിട്ടും അല്ലേ. അതിന് നമുക്ക് n=0 എന്ന് വേണമെങ്കിൽ പറയാം, സെൻട്രൽ മാക്സിമം. പിന്നെ n=1ൻ്റെ 2 മാക്സിമങ്ങൾ അല്ലേ, പിന്നെ n=2ൻ്റെ, ഇതിനൊക്കെ നമ്മൾ സെക്കൻഡറി മാക്സിമം പറയും ഇതിന്. മനസ്സിലായോ? മിനിമങ്ങൾ ഡാർക്ക് ആയതുകൊണ്ട് നമുക്ക് ഡാർക്കായിട്ട് ഫീൽ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. മിനിമങ്ങൾ നമ്മൾക്ക് അവിടെ എടുത്ത് കാണാൻ പറ്റില്ലല്ലോ, മാക്സിമങ്ങളാണ് നമ്മൾ കാണുന്നത്. മിനിമങ്ങൾ എന്ന് പറഞ്ഞാൽ ലൈറ്റില്ല, ഇൻറ്റൻസിറ്റി 0 ആണ്, അപ്പോൾ അതുകൊണ്ട് കാണുന്നില്ല. ഇനി ഈ ഗ്രേറ്റിംഗ് കോഡ് നമ്മൾ വൈറ്റ് ലൈറ്റ് ആണ് കടത്തി വിടുന്നതെങ്കിൽ അത് എന്ത് ചെയ്യും? അത് കളേഴ്സായിട്ട് സ്പ്ലിറ്റ് ചെയ്യും, വിബ്ജിയോറായിട്ട് അല്ലെങ്കിൽ കളേഴ്സായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഞാൻ അതിൻ്റെ ഒരു ഡയഗ്രാം ഇവിടെ കൊടുത്തു. നമ്മൾ വൈറ്റ് ലൈറ്റ് ഇപ്പോൾ പ്രിസം വെച്ചിട്ട് നമ്മൾ സ്പെക്ട്രോമീറ്റർ വെച്ചിട്ട് ഗ്രേറ്റിംഗ് കോഡ് അല്ലേ, സ്പെക്ട്രോമീറ്ററിൽ നമ്മൾ കൊള്ളിമീറ്ററൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് പ്രാക്ടിക്കലി ചെയ്യുന്നൊരു എക്സ്പെരിമെൻ്റ് ആണ്. ഗ്രേറ്റിംഗ് നോർമൽ ഇൻസ്റ്റൻസിന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സ്പെക്ട്രം കിട്ടുക. സെൻറ്ററിലൊരു വൈറ്റ് ലൈറ്റ് ആണല്ലോ നമ്മൾ കടത്തി വിടുന്നത്, സ്പെക്ട്രോമീറ്ററിൽ വൈറ്റ് ലൈറ്റ് കടത്തി വിടുകയാണ്. എന്താ പറയുക, മെർക്കുറി വേപ്പർ ലാമ്പ് യൂസ് ചെയ്യുക, മനസ്സിലായി? അല്ലെങ്കിൽ ഏതെങ്കിലും വൈറ്റ് ലൈറ്റ് യൂസ് ചെയ്യുമ്പോൾ അവിടെ സെൻറ്ററിൽ നമുക്കൊരു മാക്സിമം കിട്ടും, അത് വൈറ്റ് തന്നെയായിരിക്കും, സെൻറ്ററിൽ വൈറ്റ് തന്നെയായിരിക്കും. കാരണം എല്ലാ കളേഴ്സിൻ്റെ കോമ്പിനേഷൻ ആയിട്ടാണ് സെൻറ്ററിൽ, എല്ലാ കളേഴ്സ് സെൻറ്ററിൽ ഡിഫ്രാക്ട് ചെയ്യാണ്ട് എത്തുമ്പോൾ അത് ഒരു വൈറ്റ് ആയിട്ടുള്ളൊരു സ്ലിറ്റ് അവിടെ ഇമേജ് നമുക്ക് കിട്ടും. മനസ്സിലായോ? പിന്നെ നമുക്ക് വൈറ്റ് ആയിട്ടുള്ള ലൈൻ കിട്ടും, പിന്നീട് വയലറ്റ് തൊട്ട് റെഡ് വരെയുള്ള ലൈൻസ്. മനസ്സിലായോ? ആ സോഴ്സ് അനുസരിച്ചാണ് സ്പെക്ട്രങ്ങൾ, എല്ലാ ലൈൻസും ചിലപ്പോൾ കിട്ടണമെന്നില്ല, ചില ലൈൻസ് ക്ലാരിറ്റി കുറവുണ്ടാവും, ഇൻറ്റൻസിറ്റി കുറവുണ്ടാവും. വയലറ്റ് തൊട്ട് റെഡ് വരെ കിട്ടും, ഈ സൈഡിലും വയലറ്റ് തൊട്ട് റെഡ് വരെ കിട്ടും. മനസ്സിലായോ? പിന്നെ അടുത്ത സെക്ഷൻ ഇത് n=1ൻ്റെ ഇതാണ്, ഫസ്റ്റ് ഓർഡർ സ്പെക്ട്രമാണ്. മനസ്സിലായി? ഇത് സെൻട്രൽ മാക്സിമം, സെൻട്രൽ വൈറ്റ് ലൈറ്റ് വെച്ച് നമ്മൾ സ്പെക്ട്രോമീറ്ററിൽ ഗ്രേറ്റിംഗ് വെച്ച് നോർമൽ ഇൻസ്റ്റൻസിൽ വെച്ച് നോക്കിയാൽ നമുക്ക് കിട്ടുന്ന പാറ്റേൺ ആണ് ഞാൻ പറയുന്നത്. പിന്നെയും കിട്ടും, ഇതിന് ഇൻറ്റൻസിറ്റി കുറവായിരിക്കും, ഇതിനേക്കാളും ഇൻറ്റൻസിറ്റി കുറവായിരിക്കും, n=2 ആണ്, കുറച്ച് കാണാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, n=2 ഇൻറ്റൻസിറ്റി കുറവ്. സെക്കൻഡ് ഓർഡർ
സെക്കൻഡ് ഓർഡർ സ്പെക്ട്രമാണ്. മനസ്സിലായി? സെക്കൻഡ് ഓർഡർ മാക്സിമങ്ങളാണ്, അല്ലെങ്കിൽ സെക്കൻഡ് ഓർഡർ സ്പെക്ട്രം. ഇങ്ങനെയാണ് വൈറ്റ് ലൈറ്റ് വെച്ച് നമ്മൾ സ്പെക്ട്രോമീറ്ററിൽ നോക്കി കഴിഞ്ഞാൽ കിട്ടുക. വൈറ്റ് ലൈറ്റ് സ്പെക്ട്രോമീറ്റർ കൂടെ കടത്തിവിട്ട് ഗ്രേറ്റിങ്ങിൽ, നോർമൽ ഡിസ്റ്റൻസിലിരിക്കുന്ന ഗ്രേറ്റിങ്ങിൽ തട്ടി കിട്ടുന്ന സ്പെക്ട്രം എങ്ങനെയായിരിക്കും? ഓക്കെ, സെൻറ്ററിൽ ഒരു മാക്സിമം കിട്ടും, നേരെ ടെലിസ്കോപ്പ് വെച്ചാൽ മാക്സിമം കിട്ടും. പിന്നെ രണ്ട് സൈഡിലേക്കും, റൈറ്റ് സൈഡിലേക്കും നമുക്ക് വയലറ്റ് ടു റെഡ് വരെ കിട്ടും. മനസ്സിലായി? സെൻട്രൽ മാക്സിമത്തിന് ലെഫ്റ്റ് സൈഡിലേക്കും വയലറ്റ് ടു റെഡ് വരെ കിട്ടും. പിന്നെ അത് കുറച്ചുകൂടി മൂവ് ചെയ്താൽ നമുക്ക് കുറച്ചുകൂടി വലിയ ആംഗിളിൽ എന്ത് കിട്ടും? കുറച്ചുകൂടി വലിയ ആംഗിളിൽ നമുക്ക് സെക്കൻഡറി, അല്ലേ, ഞാൻ ടെലിസ്കോപ്പ് വയ്ക്കുന്ന ആംഗിളാണ് ഞാൻ പറയുന്നത്. നമുക്ക് സെക്കൻഡ് അല്ലേ, സെക്കൻഡ് ഓർഡർ സ്പെക്ട്രം കിട്ടും. സെക്കൻഡറി ഇത് ചെറിയ ആംഗിളിലാണ് കിട്ടുക, അല്ലേ, ചെറിയ ആംഗിൾ. ഇത് തീറ്റ2, ഇത് തീറ്റ1 ആണ്. ചെറിയ ആംഗിളിലാണ് ഫസ്റ്റ് ഓർഡർ കിട്ടുക, വലിയ ആംഗിളിലാണ് സെക്കൻഡ് ഓർഡർ കിട്ടുക. മനസ്സിലായോ? തീറ്റ2. അപ്പോൾ ഇതാണ്. ഇനി ഞാൻ ട്രാൻസ്മിഷൻ ഗ്രേറ്റിങ്ങും റിഫ്ലക്ഷൻ ഗ്രേറ്റിങ്ങും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞോട്ടെ. വളരെ സിമ്പിളാണ്. ഈ രണ്ട് ഗ്രേറ്റിംഗ് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സെറ്റപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ, റിഫ്ലക്ഷൻ ഗ്രേറ്റിംഗ് ആണെങ്കിൽ ഗ്രേറ്റിങ്ങിൽ വന്ന് തട്ടുന്ന ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യും. മനസ്സിലായോ? ട്രാൻസ്മിഷൻ ഗ്രേറ്റിങ്ങിലാണ് ഗ്രേറ്റിങ്ങിൽ വന്ന് തട്ടുന്ന ലൈറ്റ് എന്താ പറയുക, ട്രാൻസ്മിറ്റ് ചെയ്യും. അപ്പോൾ ഡിഫ്രാക്റ്റ് ചെയ്യുന്ന ലൈറ്റ്, ഇവിടെ റിഫ്ലക്റ്റ് ചെയ്യുന്ന ലൈറ്റാണ് ഡിഫ്രാക്റ്റ് ചെയ്യുക. മനസ്സിലായോ? എ റിഫ്ലക്ഷൻ ഗ്രേറ്റിംഗ് ഡിഫ്രാക്ട്സ് ലൈറ്റ് ബാക്ക് ഇൻ ടു ദ പ്ലെയിൻ ഓഫ് ഇൻസിഡൻസ്. പ്ലെയിൻ ഓഫ് ഇൻസിഡൻസിലേക്ക് തിരിച്ചു കൊണ്ടുവരും, റിഫ്ലക്റ്റ് ചെയ്യും. മനസ്സിലായോ? ഇറ്റ് ഡിഫ്രാക്ട്സ് എന്ന് പറഞ്ഞാൽ ഈ സൈഡിലേക്ക് തന്നെ വരിക. അതാണ് റിഫ്ലക്ഷൻ എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞിട്ടുള്ളത്. റിഫ്ലക്ഷൻ എന്നുള്ളത് ശരിക്കും ഇതിനെ വിളിക്കാൻ നമ്മൾ എപ്പോഴും നമ്മൾ റിഫ്ലക്ഷൻ എന്നുള്ള വേർഡ് ഉപയോഗിക്കുക ഒരേ സൈഡിലേക്ക് തിരിച്ചു വരുമ്പോൾ, ലൈറ്റ് പോയിട്ട് അതേ സൈഡിലേക്ക് തിരിച്ചു വരുമ്പോഴാണ് റിഫ്ലക്ഷൻ എന്ന് പറയുക. ആ അർത്ഥത്തിലാണ് റിഫ്ലക്ഷൻ എന്ന് പറയുക. ഇവിടെ നടക്കുന്ന ഗ്രേറ്റിങ്ങിൽ നടക്കുന്ന പ്രോസസ് നമ്മൾ ഡിഫ്രാക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ബെൻഡ് ചെയ്യുക. മനസ്സിലായ? ഡിഫ്രാക്ഷൻ, ബെൻഡിങ് ഓഫ് ലൈറ്റ്. തടസ്സത്തിൻ്റെ അരികിൽ വെച്ച് ലൈറ്റ് ബെൻഡ് ചെയ്യുന്നതിനാണ്, അല്ലേ, ബെൻഡിങ് ഓഫ് ലൈറ്റ് അറ്റ് ദ ഷാർപ്പ് കോർണേഴ്സ് ഓഫ് ഒബ്സ്റ്റക്കിൾസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഡിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറയുക. അപ്പോൾ റിഫ്ലക്റ്റഡ് ലൈറ്റാണ് ഡിഫ്രാക്ട് ചെയ്യുന്നത്. ഇവിടെ ട്രാൻസ്മിറ്റഡ് ലൈറ്റിനാണ് ഡിഫ്രാക്ഷൻ സംഭവിക്കുന്നത്. ട്രാൻസ്മിറ്റഡ് ലൈറ്റിനാണ്, കടന്നു പോകുന്ന ലൈറ്റിനാണ് ഡിഫ്രാക്ഷൻ സംഭവിക്കുന്നത്. വൈൽ ഇൻ ദ ട്രാൻസ്മിഷൻ ഗ്രേറ്റിംഗ് ദ ട്രാൻസ്മിറ്റഡ് ലൈറ്റ് അണ്ടർഗോസ് ഗ്രേറ്റിംഗ്. ട്രാൻസ്മിറ്റഡ് ലൈറ്റിനാണ് ഡിഫ്രാക്ഷൻ സംഭവിക്കുക. വൈൽ ഇൻ ദ ഓക്കെ. അപ്പോൾ ഇതാണ് റിഫ്ലക്ഷൻ ഗ്രേറ്റിങ്ങും പ്ലെയിൻ ട്രാൻസ്മിഷൻ ഗ്രേറ്റിംഗ്. റിഫ്ലക്ഷൻ ഗ്രേറ്റിംഗ് ആണെങ്കിൽ എന്താണ്? റിഫ്ലക്റ്റഡ് ലൈറ്റ്, അല്ലേ, റിഫ്ലക്ഷൻ ഗ്രേറ്റിംഗ് ഡിഫ്രാക്ട്സ് ലൈറ്റ് ബാക്ക് ഇൻ ടു ദ പ്ലെയിൻ ഓഫ് ഇൻസിഡൻസ്. മനസ്സിലായോ? തിരിച്ചു, മനസ്സിലായോ? അതേ സൈഡിലേക്കാണ് ഡിഫ്രാക്റ്റ് ചെയ്യുന്നത്, മറ്റേത് അപ്പുറത്തെ സൈഡിലേക്ക്. ട്രാൻസ്മിഷൻ ഗ്രേറ്റിംഗ്സ് ദ ട്രാൻസ്മിറ്റഡ് ലൈറ്റ് അണ്ടർഗോസ് ഡിഫ്രാക്ഷൻ. അപ്പോൾ ആ ഒരു കാര്യം പഠിക്കുക, അത്രേ ഉള്ളൂ. നമ്മൾ കൂടുതലും ട്രാൻസ്മിഷൻ ഗ്രേറ്റിംഗ്സ് ആണ് യൂസ് ചെയ്യാറ്. അപ്പർ സൈഡിലേക്കാണ് ഡിഫ്രാക്റ്റ് ലൈറ്റ് കടന്നു പോകുക. ട്രാൻസ്മിഷൻ ഗ്രേറ്റിംഗ്സ് ആണ് നമ്മൾ കൂടുതലും യൂസ് ചെയ്യുക. ഇനി പ്ലെയിൻ ട്രാൻസ്മിഷൻ ഗ്രേറ്റിംഗിൻ്റെ തിയറിയാണ് നമുക്കിവിടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. അതാണ് ഞാനൊരു വേറൊരു വീഡിയോ ആയിട്ട് പറയാം. പ്ലെയിൻ ട്രാൻസ്മിഷൻ ഗ്രേറ്റിംഗിൻ്റെ തിയറി, ഇക്വേഷനൊക്കെ എങ്ങനെ വരിക, ഡിഫ്രാക്ഷൻ്റെ ഇക്വേഷൻ, മാക്സിമ മിനിമ, ഓക്കെ, ഇക്വേഷൻ എങ്ങനെ വരിക, അതൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.